നമസ്കാരം. തെലങ്കാനയിലെത്തിയ മിസ് വേൾഡ് മത്സരാർത്ഥികളുടെ കാല് വോളണ്ടിയർമാരായ സ്ത്രീകൾ കഴുകിയ സംഭവം വിവാദത്തിൽ. ഇത്തവണ ലോകസുന്ദരി മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് തെലങ്കാനയാണ്. മെയ് 31 ഹൈദരാബാദിലാണ് ഫൈനൽ മത്സരങ്ങൾ. ഇതിന് മുന്നോടിയായി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 100-ലധികം മത്സരാർത്ഥികൾ തെലങ്കാനയിലെത്തി. മത്സരത്തിന് മുന്നോടിയായി ഇവർ തെലങ്കാനയിലെ പ്രശസ്തമായ മുളഗു ജില്ലയിലെ രാംപ ക്ഷേത്രവും വാറങ്കലിലെ 1000 പില്ലർ ക്ഷേത്രവും സന്ദർശിച്ചിരുന്നു. ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപായി മത്സരാർത്ഥികൾ വെള്ളം കൊണ്ട് കാൽ കഴുകുകയും ടവൽ കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു. എന്നാൽ ഇതിൽ ചിലരുടെ കാലുകൾ വാളണ്ടിയർമാർ കഴുകിക്കൊടുക്കുകയും തുടച്ചു കൊടുക്കുകയും ചെയ്തു. ഇതാണ് വിവാദമായത്. തെലങ്കാന സർക്കാർ ഇന്ത്യൻ വനിതകളുടെ ആത്മാഭിമാനത്തിന് ക്ഷതം വരുത്തിയതാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം. മത്സരത്തിന് മുന്നോടിയായി തെലങ്കാന ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ചതായിരുന്നു മത്സരാർത്ഥികളുടെ ഈ ക്ഷേത്ര സന്ദർശനം. ജാതിപരവും വംശീയപരവുമാണ് ഈ പ്രവൃത്തിയെന്നും ഇതിനെ അംഗീകരിക്കാൻ ആവില്ല എന്നും ചിലർ കുറിച്ചു. ഇപ്പോഴും കോളനി വാഴ്ചയുടെ കാലമാണ് എന്നാണ് ചിലർ വിശ്വസിക്കുന്നത് എന്നായിരുന്നു മറ്റൊരു പ്രതികരണം. സംഭവത്തിൽ സംസ്ഥാന സർക്കാർ വിശദീകരണം നൽകണമെന്നും ചിലർ ആവശ്യം ഉയർത്തിയിട്ടുണ്ട്. സർക്കാർ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് BRS വനിതാ നേതാക്കൾ സോണിയാഗാന്ധിക്ക് കത്തുമയച്ചു. ആചാരപ്രകാരമുള്ള ചടങ്ങായിരുന്നു എന്ന് മിസ് വേൾഡ് ഓർഗനൈസേഷൻ സമൂഹ മാധ്യമക്കുറിപ്പിൽ പറയുന്നു. ആതിഥ്യ മര്യാദയുടെ ഭാഗമായാണ് മത്സരാർത്ഥികളുടെ കാൽ കഴുകി എന്നാണ് സർക്കാരിൻ്റെ വിശദീകരണവും.